Hello everyone. Welcome back to Future Plus Academy. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് NIOS നമ്മുടെ ഇന്ത്യൻ സർക്കാർ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ദേശീയ ഓപ്പൺ സ്കൂളിംഗ് സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സെക്കൻഡറി കോഴ്സ് അതായത് 10th സീനിയർ സെക്കൻഡറി കോഴ്സ് ആയിട്ടുള്ള 12th എല്ലാം നിങ്ങൾക്ക് ഈ NIOS വഴി കംപ്ലീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുമാത്രമല്ല ഒരുപാട് വൊക്കേഷണൽ കോഴ്സസും നിങ്ങൾക്ക് NIOS വഴി ചെയ്യാൻ വേണ്ടി പറ്റും. സാധാരണ നമുക്ക് സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതാം എന്നുള്ളതാണല്ലോ NIOSൻ്റെ ഒരു ഏറ്റവും കോർ എലമെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം വർഷത്തിൽ NIOSൽ സാധാരണയായിട്ട് ഏപ്രിൽ, മെയ്, ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിട്ടാണ് പരീക്ഷ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ NIOS ഏപ്രിൽ, മെയ് പരീക്ഷ എഴുതിയ കുട്ടികളുടെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു. ഇനി ഓൺഗോയിങ് ആയിട്ടുള്ള ബാച്ച് എന്ന് പറയുന്നത് 2026 ഒക്ടോബർ അതേപോലെ തന്നെ നവംബർ ബാച്ചിൽ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികളാണ്. അപ്പോൾ പൊതുവേ ഇപ്പം നമ്മുടെ കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, മിസ്സേ എപ്പോഴാണ് നമ്മുടെ ഈ ഒരു ഡേറ്റ് ഷീറ്റ് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടൈം ടേബിൾ എപ്പോഴാണ് വരുന്നത്, തിയറി എക്സാമും പ്രാക്ടിക്കലൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്, പൊതുവേ ഈ ഒരു NIOS 2026 ഒക്ടോബർ, നവംബർ പബ്ലിക് പരീക്ഷയ്ക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ഡേറ്റ് ഷീറ്റ് സാധാരണയായിട്ട് നമുക്കിപ്പോൾ ഓഗസ്റ്റിലൊക്കെയാണ് ഒക്ടോബറിലൊക്കെയാണ് നമ്മൾ പരീക്ഷ എഴുതുന്നതെങ്കിൽ ഓഗസ്റ്റ് അവസാനമായിട്ടോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസമായിട്ടോ ഒക്കെ ഈ ഒരു ഡേറ്റ് ഷീറ്റ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലുള്ള NIOS സ്കെഡ്യൂളും അതേപോലെ ഇപ്പം വന്നിരിക്കുന്ന ചില നോട്ടിഫിക്കേഷൻസ്, അറിയിപ്പുകളൊക്കെ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സാധാരണയായിട്ട് ഡേറ്റ് ഷീറ്റ് വരാറുള്ളത് ഏകദേശം ഓഗസ്റ്റ്, സെപ്റ്റംബർ 2026 ആവാനാണ് സാധ്യത. 2026 ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ വരാനാണ് സാധ്യത. ഇനിയിപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ആണെങ്കിൽ തന്നെ അതൊരു സെപ്റ്റംബർ 2026 സെപ്റ്റംബറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഈ ഒരു ഹാൾ ടിക്കറ്റ് എപ്പോൾ കിട്ടും എന്ന് ചോദിച്ചാൽ, എക്സാമിൻ്റെ ഡേറ്റ് ഷീറ്റ് വന്ന് ഇനി ആ ഒരു മന്ത് ലാസ്റ്റ്, മോസ്റ്റ് പ്രോബബ്ലി ഒരു സെപ്റ്റംബർ ലാസ്റ്റ് വീക്കോടൊക്കെ കൂടി നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് നിർബന്ധമായിട്ടും കിട്ടും. പക്ഷേ ഇറ്റ്സ് അപ് ടു യുവർ ടൈം ടേബിൾ. ഒക്ടോബർ ഫസ്റ്റ് വീക്കൊക്കെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്താണെങ്കിലും സെപ്റ്റംബർ സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടും. ദെൻ തിയറി എക്സാംസ് നടക്കുന്നത് ഒക്ടോബർ മുതൽ നവംബർ വരെ ആയിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് NIOSൻ്റെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണെങ്കിൽ നമുക്ക് sdmis.nios.ac.in എന്ന ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ചാൽ റീസെൻ്റ് ആയിട്ട് NIOS സൈറ്റിൽ അല്ലെങ്കിൽ NIOS റിലേറ്റഡ് ആയിട്ട് വരുന്ന അപ്ഡേഷൻസിനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ ലഭിക്കും. ഓക്കെ, സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് NIOS. അപ്പോൾ ഇപ്പോൾ 2026 ഒക്ടോബർ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത്, അതായത് പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു മിഡിൽ സ്റ്റേജിൽ എത്തേണ്ട സമയമായിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു 1 month കൂടെ കഴിഞ്ഞാൽ യു ഹാവ് ടു സ്റ്റാർട്ട് യുവർ റിവിഷൻ എക്സാം വരുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട്. അപ്പം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് പ്രോപ്പറായിട്ട് വീക്ക്ലി ആക്ടിവിറ്റീസും മന്ത്ലി എക്സാമിനേഷൻസും അതിനോടൊപ്പം തന്നെ റിവിഷൻ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവർക്ക് ഇനി എക്സാം എഴുതുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട് യാതൊരു സംശയങ്ങളോ കൺഫ്യൂഷൻസോ ഒന്നുമില്ല. നിങ്ങളും അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകളൊന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. കാരണം ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിന്ന് നിങ്ങളെ പുറത്തിറക്കാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. നോ ഡൗട്ട് ഓൺ ദാറ്റ്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഡു ദാറ്റ് ഫസ്റ്റ്. അതിന് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഒപ്പം NIOS റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അപ്കമിങ് ന്യൂസിന് വേണ്ടിയിട്ട്, വിവരങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇൻഫോർമേഷന് വേണ്ടിയിട്ട് യു ഹാവ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ടു. So thank you so much, my dear students.